ഇവളെ കാണുന്നില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വീട്ടിൽ പോകാൻ പറയണം. അതിനു മുമ്പേ ആരും പുറത്തോട്ടൊന്നും വരല്ലേ. ആ, അവള് വരുന്നുണ്ടല്ലോ. റസിയ, നീ ഒരു കാര്യം ചെയ്തോ, നീ തിരിച്ചു വീട്ടിൽ പൊക്കോ. അതെന്താ ഇത്താ, കേക്ക് മുറിയെല്ലാം കഴിഞ്ഞോ? അവളോട് കഴിഞ്ഞോന്ന് പറയാം. ആ, കേക്ക് മുറിയെല്ലാം നേരത്തെ കഴിഞ്ഞു. എന്നാ ഇത്തേയും വാ, നമുക്ക് ഒന്നിച്ചു പോകാം. പെട്ടല്ലോ. അത് പിന്നെ കുട്ടികൾക്ക് കുറച്ചു നേരം കൂടി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവര് വരുമ്പോൾ അവരുടെ കൂടെ വരാം. എന്നാ പിന്നെ ഞാൻ ആ സമയത്ത് പോയാ പോരെ? ഞാൻ അകത്ത് കയറിയില്ലല്ലോ, അകത്ത് കയറി എല്ലാരും കാണും ചെയ്യാലോ. നിന്നോട് പറഞ്ഞു വീട്ടിൽ പോകാൻ. മര്യാദക്ക് വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അല്ല ഇത്തല്ലേ എന്നോട് വരാൻ പറഞ്ഞേ? ആ, ഞാൻ അങ്ങനെ പലതും പറയും. നീ ഇപ്പൊ പോകുന്നുണ്ടല്ലോ. ഫാത്തിമ, നീ എന്താ പുറത്ത് വെക്കുന്നേ? ഉയ്, ഗീതയുടെ സൗണ്ട് അല്ലേ അത്? കൂടെയുള്ളതാരാ? ആ, അതാണല്ലോ റസിയ. നിങ്ങൾ എന്താ പുറത്ത് വെക്കുന്നേ? വേഗം അകത്തേക്ക് വാ. എല്ലാരും നിങ്ങൾ നോക്കി വെക്കുന്ന. അത് പിന്നെ റസിയക്ക് എവിടെയോ കാര്യമായിട്ട് പോണം പോലും. എനിക്കെവിടെ പോകേ? അല്ല റസിയ, ഇവിടെ വരെ വന്നിട്ടൊന്ന് കേറാതെ പോകാനോ? ഫംഗ്ഷൻ എല്ലാം ഉടനെ കഴിയും. എവിടെയാ പോകണ്ടേന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇനിയിപ്പോ ലേറ്റ് ആവുന്നതാണ് പേടിയെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി, കാറി കൊണ്ടാക്കിക്കോളും. അയ്യോ, അതൊന്നും വേണ്ടേ. എന്നാ ഒന്ന് വാ റസിയ, എല്ലാരും കാത്തു വെക്കുന്നല്ലേ. അല്ല ഞാനെന്താ ഇപ്പൊ വേണ്ടേ? നീ വന്നോ, വരാനുള്ളതൊന്നും വഴി തങ്ങൂലെന്നല്ലേ. അല്ല ഇത്ത എന്താ ഇപ്പൊ പറഞ്ഞേ? നീ ഇപ്പൊ അകത്ത് കയറുമല്ലോ, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. രണ്ടാളും വേഗം വന്നാട്ടെ. റസിയ, നീ നടക്ക്. ഇവിടെ ഇതെന്തെല്ലാം സംഭവിക്കുന്നേ? ഇത് കൊറേ ആളുണ്ടല്ലോ. ഏയ്, അങ്ങനെ കുറെ ആൾക്കാരൊന്നും ഇല്ല. കുടുംബക്കാരും പിന്നെ മോന്റെ കുറച്ച് ഫ്രണ്ട്സും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മള് ലേറ്റ് ആണെങ്കിൽ എന്താടാ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലേ? എന്നാ ആന്റി എല്ലാരോടും സംസാരിച്ചോ? ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കട്ടെ. ഓ, ഉത്തരവ് കാരണവരെ. അല്ല റസിയ, എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ. ഇല്ല, കണ്ടില്ല. എന്റെ ഹസ്ബൻഡിനെ റസിയനെ അറിയാന്ന് പറഞ്ഞേ. പോരാത്തതിന് ഫാത്തിമയുടെ ഹസ്ബൻഡിനെ എല്ലാരും അറിയാത്രേ. അതെയോ? ആ, നിങ്ങൾ പഴയ നാട്ടുകാരായിരുന്നു എന്ന് പറഞ്ഞേ. അല്ല, എന്നിട്ട് എവിടെ ഹസ്ബൻഡ്? റസിയുടെ ബാക്കിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെയൊന്നും ആരില്ലല്ലോ. അല്ല റസിയന്റെ ബാക്കില്. സുഭാഷ് ഏട്ടൻ? അതന്നെ. അപ്പൊ റസിയക്ക് പേരെല്ലാം അറിയാല്ലേ? അറിയാം. സുഭാഷ് ഏട്ടാ, ഒന്നിങ്ങ് വന്നേ. ഇതാ റസിയ വന്നിട്ടുണ്ട്. ഈ പെണ്ണും പിള്ളക്ക് ഇത് എന്തിന്റെ കേടാന്ന് വിളിച്ചു കാണിച്ചു കൊടുക്കേ. റസിയ വന്നിട്ടുണ്ടെന്നോ? റസിയക്ക് സുഖല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അല്ല റസിയയുടെ ഹസ്ബൻഡ് വന്നില്ലേ? പിന്നെ കല്യാണം കഴിയാൻ ഹസ്ബൻഡ് ഉണ്ടാവുക? അല്ല, ഫാത്തിമ ഇപ്പൊ എന്താ പറഞ്ഞേ? ഓള് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എന്ത്, റസിയ കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? അല്ല, അതിനെന്തിനാ സുഭാഷിനെ ഇട്ടുന്നേ? സുഭാഷിന് ഇതെല്ലാം നേരത്തെ അറിയില്ലായിരുന്നോ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ ഇവളുടെ നിശ്ചയം കഴിഞ്ഞു, ഉടനെ തന്നെ കല്യാണം ഉണ്ടെന്ന്. അല്ലേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല ഗീതേ. നോക്ക്, നീ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ സുഭാഷിനെ കണ്ടോണ്ടാ ഞാൻ നിന്നോട് വരണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് മനസ്സിലായി ഇത്ത, എനിക്കൊന്ന് വീട്ടിൽ പോയാ മതി. എനിക്കും വേണം നല്ല ക്രീമുള്ളതാകാം. ഉണ്ണി വാ, എന്നെ നമുക്ക് കേക്ക് മുറിക്കാം. സുഭാഷ് ഏട്ടാ, ഏട്ടനും വാ. ഗീതേ, നീ മോന്റെ കൂടെ കേക്ക് മുറിച്ചാ മതി. അല്ലേട്ടാ, സാധാരണ നമ്മൾ രണ്ടാളും കൂടിയിട്ടല്ലേ കേക്ക് മുറിക്കലേ. അത് സാരമില്ല ഗീതേ, മോന്റെ പിറന്നാളല്ലേ, നീയാന്ന് മോന്റെ കൂടെ കേക്ക് മുറിക്കണ്ടേ. അതിന് നിനക്ക് വൃത്തിക്ക് കേക്ക് മുറിക്കാൻ അറിയില്ലല്ലോ. അതല്ലേ എനിക്കറിയാം. അമ്മ നോക്കിക്കോ, ഞാൻ നല്ല ക്ലീൻ ആയിട്ട് കേക്ക് മുറിക്കും. എന്നാ മോൻ മുറിച്ചോ. ഇതാ അമ്മേ, ആദ്യം അമ്മ എടുക്കേ. അച്ഛൻ വാ. ഇതാ അച്ഛനെ. ഇനി അമ്മമ്മ വാ. എല്ലാരും അവരവരുടെ കേക്ക് തന്ന സ്ഥിതിക്ക് ഈ കേക്ക് ഞാൻ എടുക്കുക. ഇതെനിക്ക് വേണം. നിങ്ങൾ ഇതെനിക്ക് തന്നേ പറ്റൂ. ചേടാ, കേക്ക് മുറിച്ചിട്ട് ചളിയടിക്കാന്ന് വിചാരിച്ചപ്പോ ആരും മൈൻഡാക്കുന്നില്ലല്ലോ. എന്നാ എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കേക്കെല്ലാം മുറിച്ചു കഴിഞ്ഞല്ലോ. കേക്ക് മുറിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞാൽ വിലയില്ല. എന്തെങ്കിലും ആവട്ടെ. ഹായ്, നല്ല സൂപ്പർ കേക്ക്. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ആരാ? റസിയല്ലേ ഇവിടെ തനിച്ചിരിക്കുന്നേ? റസിയ? സുഭാഷ് ഏട്ടനോ? റസിയ, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു നീ കല്യാണം കഴിക്കാത്ത കാര്യം. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. റസിയ കല്യാണം കഴിക്കാത്തതിന് കാരണം ഞാനാണോ? ഇവരെന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നേ? റസിയ, ഒന്ന് പറയേ റസിയ, നീ കല്യാണം കഴിക്കാതിരിക്കുന്നതിന് കാരണം ഞാനാണോ? എന്തെല്ലാം ഇവിടെ ഇറക്കുന്നേ? ഇത് എവിടം വരെ പോകുന്നു ഞാനൊന്ന് കാണട്ടെ. ഇവരെ കാണാതെ മാറി വെക്കാം. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. റസിയ, നീ വേറൊരാളെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു അറിഞ്ഞോണ്ടാ ഞാൻ വേറെ കല്യാണം കഴിച്ചേ. എന്തായാലും നടക്കാനുള്ളത് നടന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാത്രവുമല്ല, ഞാനതൊക്കെ വിട്ടു. പിന്നെ ഇന്ന് കണ്ടപ്പോൾ ഉണ്ണിയുടെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ഷോക്കായി, അത്രേ ഉള്ളൂ. റസിയ, നിനക്കൊരു കല്യാണം കഴിച്ചൂടെ? നീ ഇങ്ങനെ സിംഗിളായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തൊരു കുറ്റബോധം. അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. എവിടെയോ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ. എന്നാലും ഞാൻ എന്തൊരു ദുഷ്ടനാണ്. അവളെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ വേറെ കല്യാണം കഴിക്കാൻ നിന്നിരിക്കുന്നു. പാവ റസിയ. അപ്പൊ ഇങ്ങയുടെ എക്സ് ആയിരുന്നല്ലേ അവള്? അവൾക്കിപ്പോൾ ഇയാളോട് താല്പര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്നാലും അവളിങ്ങനെ സിംഗിളായി നടക്കുന്നത് അത്ര ശരിയല്ല. വേഗം അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിപ്പിക്കണം. സുഭാഷ് ഏട്ടന് അവളോട് ഇപ്പോഴും എന്തോ സെന്റിമെന്റ്സ് ഉണ്ട്. ഞാൻ എന്തായാലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതായി ഭാവിക്കാൻ പോകുന്നില്ല.